ഹായ്, വെൽക്കം ബാക്ക് ടു ഉമ്മച്ചിൻ്റെ അടുക്കള. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ കപ്സയാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 തക്കാളി, അതുപോലെ 2 വലിയുള്ളി, പിന്നെ ഒരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 പച്ചമുളക്, നടുവിൽ കീറൊന്നും വേണ്ട, പച്ചമുളക് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഇത്തിരി സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. വെളുത്തുള്ളി നമുക്കൊന്ന് കുത്തിച്ചതച്ചെടുക്കണം. പിന്നെ കപ്സക്ക് വേണ്ടിയിട്ട് ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2.5 നാഴി, അതായത് 2.5 ഗ്ലാസ്, വലിയ ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് അരിയാണ്. അത് വെള്ളത്തിൽ കഴുകിയ ശേഷം കുതിർത്താൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വെക്കണം. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു 4 ടേബിൾ സ്പൂൺ വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ോട്ട് നമ്മൾ നേരത്തെ എടുത്ത 2 സവാള ഇതുപോലെ കനല്ലാണ്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നല്ലപോലെ വാടിയ ശേഷം നമുക്കിതിലോട്ട് നേരത്തെ എടുത്തിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതിയാവും. പിന്നെ ഇഞ്ചി നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കപ്സയുടെ റെസിപ്പിയിൽ നമുക്ക് ഇഞ്ചിയുടെ ഒരാവശ്യമല്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇനി നമുക്കിതിലോട്ട് 2 പച്ചമുളക്, നേരത്തെ എടുത്തുള്ള 2 പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞെട്ടി ഉണ്ടെങ്കിൽ ഞെട്ടിയോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. അതാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഇവിടെ ഫ്രിഡ്ജിൽ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അപ്പോൾ ഞെട്ടി ഇല്ലാണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കേണ്ടത് 2 ചെറിയ കഷ്ണം കറാമ്പട്ട എടുത്തിട്ടുണ്ട്, 4-5 ഏലക്കായ, പിന്നെ അതുപോലെ ഗ്രാമ്പൂ ഒരു 6 എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞില്ല, നമ്മളിതിൽ കപ്സ മസാല എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് മസാലയൊന്നും ചേർക്കുന്നില്ല. പിന്നെ വേറെയുള്ള പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല നമ്മളിതിൽ കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി, 2 തക്കാളി മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളിയാണ്, അത് അരിഞ്ഞത് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് നല്ലോണം മിക്സായിട്ട് വരണം. തക്കാളി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് കപ്സേൻ്റെ തക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഉടഞ്ഞ് വരണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തക്കാളി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ടൊമാറ്റോ പ്യൂരി എന്ന് പറയുന്നത്. ടൊമാറ്റോ മസ്റ്റായിട്ട് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു ടൊമാറ്റോ പ്യൂരി നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ്. 27 രൂപ എങ്ങാണ്ടാണ് കേട്ടോ ഇതിൻ്റെ വില. ചെറിയ പാക്കറ്റാണ്. നമുക്കിതിൽ നിന്നും മുഴുവനായിട്ട് വേണ്ട, ഒരു 1.5 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. അപ്പോൾ അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇതിൽ ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ടൊമാറ്റോ പേസ്റ്റൊക്കെ നമുക്ക് എവിടെ ചോദിച്ചാലും കിട്ടും. ടൊമാറ്റോ പ്യൂരി ചോദിച്ചാൽ അവർ തരും. നമ്മൾ കടകളിൽ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ അവർ തരും. നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്, അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ചിക്കൻ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. വലുതാക്കിയിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒപ്പത്തിന് വെള്ളം ഒഴിക്കണം. ഇതിൻ്റെ സെയിം അധികം ആവരുത്, കുറയാനും പാടില്ല, എന്നാൽ മുകളിലായിട്ട് ഒരുപാട് അങ്ങ് മൂളി നിൽക്കാനും പാടില്ല. ഏകദേശം ഒപ്പം വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കുക. കാരണം ചിക്കനിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ട് ആ വെള്ളത്തിൽ അങ്ങനെ കിടക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം ഉപ്പ് അത്യാവശ്യം ഇതിൽ വേണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പാകത്തിൽ നിന്നും കുറച്ചധികം ഉപ്പ് ഈ ഒരു ചിക്കനിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടോ, ഇതിലോട്ട് ഞാൻ ലാസ്റ്റായിട്ട് ഉണക്കനാരങ്ങ കൂടി ചേർക്കുന്നുണ്ട്. ഉണക്കനാരങ്ങ നമ്മൾ നേരത്തെ ചേർത്ത നമ്മുടെ ഏലക്കായൻ്റെ ഒക്കെ ഒപ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അതിൽ ഉടയും. അപ്പോൾ ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി, മുകളിലായിട്ട് ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഒരു വിസിലടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് ആവിയൊക്കെ പോയിട്ട് എടുക്കണം. അപ്പോഴേക്കിനും ഇവിടെ നമ്മൾ ചോറ് വേവിക്കാനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ, കുറച്ചധികം വെള്ളം വെച്ചിട്ടാണ് ഉള്ളത്.
അപ്പോൾ വെള്ളത്തിൽ പ്രത്യേക ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം നമുക്ക് ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇതിലിട്ടിട്ട് വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു നോർമൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ലേ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമുക്കൊരു ഹാഫ് വേവിൽ നമുക്ക് ഊറ്റിയെടുക്കേണ്ടതാണ്. ഊറ്റിയിട്ട് അതിൻ്റെ വെള്ളം കളയരുത്, അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഹാഫ് വേവാകുമ്പോൾ നമുക്കിത് എടുക്കാം. ഇതുപോലെ ഒരു ഓട്ടപാത്രത്തിലേക്കോ എങ്ങനെയൊക്കെ ഒന്ന് ഇട്ടിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ടോ, ഒരു വിസിലടിച്ചിട്ട് നിർത്തിയിട്ട് ആവി പോയിട്ട് തുറന്ന കുക്കറാണിത്. അപ്പോൾ ഇവിടെ ഒരു 90% ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനിയൊരു 10% കൂടി കുക്കാവാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മളെ ചോറ് വെക്കാനുള്ള പാത്രത്തിലോട്ട് ഞാൻ ഇത് അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലൊക്കെ ആവശ്യത്തിന് ഉപ്പുണ്ട്. ഈ ഒരു വെള്ളത്തിലോട്ട് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ചോറും ചിക്കനും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഒന്ന് ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഒരു വെള്ളത്തിൽ ഈ ഒരു ചോറ് വേവെന്ന് വിചാരിക്കണ്ട. കാരണം നമ്മൾ ഹാഫ് വേവിലാണ് ചോറ് ഊറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചോറ് ഊറ്റിയെടുത്തിട്ടുള്ള ആ വെള്ളം നമുക്ക് ഈ ഒരു ചോറിൻ്റെയും ചിക്കൻ്റെയും ഒപ്പം, അതായത് നേരത്തെ നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ച വെള്ളത്തിൻ്റെ പോലെ ഒപ്പാണ് വെക്കേണ്ടത് കേട്ടോ. ഇതുപോലെ അമർത്തി കൊടുത്തിട്ട് ഒപ്പാക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് വെള്ളം ഒഴിക്കുക. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളത്തിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. കണ്ടോ, അപ്പോൾ ഞാൻ ഒപ്പാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളം തിളക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ നിങ്ങൾ എങ്ങനെയാണോ ദമ്മിടുന്നത് അതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ദമ്മിട്ടിട്ട് അടച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, അതിലും കൂടുതൽ വെക്കണ്ട, 10 to 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. കാരണം നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാട്ടോ. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉപ്പാൻ്റെ റെസിപ്പിയാണ്. ഉപ്പ അവിടെ ഗൾഫിൽ മന്തിയൊക്കെ വെക്കുന്ന കടയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാവുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കപ്സയോ അതുപോലെ തന്നെ മധുഫൂത്ത് അങ്ങനത്തെ പല റൈസസിൻ്റെയും റെസിപ്പീസ് ഉപ്പാക്ക് അറിയാം. അപ്പോൾ ഉപ്പാൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്സയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കുകയാണ്. കണ്ടോ, വെള്ളമൊക്കെ വറ്റി നല്ല പെർഫെക്റ്റ് കുക്കായിട്ട് വന്നിട്ട് നമ്മളെ ചോറൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ചൂടോടുകൂടി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഒപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്യാൻ മറക്കരുത്. അത് പ്രസ് ചെയ്താലേ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്